സഹോദരിമാർ പ്രത്യേകിച്ചും അത് കാണാതെ പോകരുത്. ഒരു പിതാവിന്റെ അഭാവത്തിൽ സ്വന്തം മകനെ ദൈവാനുസരണത്തിന്റെ വഴിയിലൂടെ കൃത്യമായി വളർത്തിയെടുത്ത, തർബിയത്ത് കൊടുത്തെടുത്ത ഒരു പാരമ്പര്യം ഹാജറ എന്ന് പറയുന്ന ഉമ്മാക്കുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകുമ്പോ ആ മകൻ എത്രത്തോളം സപ്പോർട്ടാണ് ആ ഉപ്പാക്ക് കൊടുക്കുന്നത് എന്ന് അറക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോട് മകൻ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഉപ്പ, മുണ്ടൊന്ന് കയറ്റി കൊടുക്കണം കേട്ടോ, മുണ്ട് കയറ്റി കൊടുക്കണം ഉപ്പ. കാരണം ഉപ്പ എന്നെ അറക്കുമ്പോ ആ ചോരയെങ്ങാനും ഉപ്പാന്റെ വസ്ത്രത്തിലേക്ക് ധരിച്ചാൽ അത് കണ്ടാൽ ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉപ്പ മുണ്ടൽപ്പം പൊക്കി കൊടുക്കണം, അതിലേക്ക് എന്നെ അറക്കുമ്പോ എന്നെ ചോര ധരിക്കാതിരിക്കാനാണ്. അതുപോലെ വാപ്പ കത്തിയൊന്ന് മൂർച്ച കൂട്ടണം കേട്ടോ. എന്തിനാണെന്നറിയോ? അഥവാ എന്റെ അള്ളാഹുവേക്കാൾ എന്നെക്കാൾ വലുത് അള്ളാഹുവാണ്, മകനേക്കാൾ വലുത് അള്ളാഹുവാണെന്ന് തെളിയിക്കാനാണല്ലോ വാപ്പ എന്നെ അറക്കാൻ കൊണ്ടുവരുന്നത്. എന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ കത്തിക്കെങ്ങാനും മൂർച്ചയില്ലെങ്കിൽ ഞാൻ പിടയുന്നത് കാണുമ്പോ വാപ്പാന്റെ കയ്യും കാലും പതറാൻ പാടില്ല. എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ വാപ്പ തോറ്റുപോകാൻ പാടില്ല. റബ്ബ് തന്നെയാണ് വലിയവനെന്ന് വാപ്പാക്ക് തെളിയിക്കാൻ കഴിയണം. അതുകൊണ്ട് വാപ്പ ആ കത്തി നല്ല മൂർച്ച കൂട്ടണം കേട്ടോ. തീർന്നില്ല, എന്റെ കൈകാലകളൊക്കെ ഒന്ന് പിടിച്ചു കെട്ടണം. എന്തിനാണെന്നറിയോ? വാപ്പ എന്നെ അറുക്കാൻ കത്തി വെക്കുമ്പോ ഞാൻ കുതിറി ഓടാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കൈകാലുകളൊക്കെ മുറുക്കി കെട്ടിയിട്ട് വേണം വാപ്പ എന്റെ കഴുത്തിൽ കത്തി വെക്കാൻ.